രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് മാത്രമല്ല 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. ഈ ഒരു വിഷയമായി നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് രാഹുൽ ഈശ്വറാണ്. നമസ്കാരം സാർ. നമസ്കാരം. സാറായിരുന്നു ഏറ്റവും കൂടുതൽ രാഹുലിനെതിരെ ആദ്യം പരാതി വന്ന സമയത്തും പിന്നീട് രണ്ടാമത് പരാതി വന്ന സമയത്ത് പോലും രാഹുലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും പിന്നീട് അതിജീവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ പുറത്തു നടന്നപ്പോൾ പോലും സാറിന് 16 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പോൾ പരാതി തുടർക്കഥയാകുമ്പോൾ, അതും ഇത്രയും ഡീറ്റെയിൽ ആയ ഒരു പരാതി മുന്നോട്ട് വരുമ്പോൾ ഇതിനെയും വ്യാജമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കുമോ? കോടതിയുടെ വിധി വരുന്നത് വരെ, അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ, പ്രഥമ ദൃഷ്ടിയുള്ള നിരീക്ഷണങ്ങൾ വരുന്നത് വരെ നമ്മൾ ക്ഷമ കാണിക്കണം. കാരണം കഴിഞ്ഞ 2 കേസുകളിലും, രണ്ടാമത്തെ കേസിൽ ആ പരാതിയിൽ സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞു. ആദ്യത്തെ കേസിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതി ഈ അവസരത്തിൽ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് മൂന്നാമത്തെ പരാതിയിൽ എന്താ കോടതി പറയുന്നത് നമുക്കറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ കോടതി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ തെറ്റുകാരനാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് ശരിയായി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തെളി പറയാം. അങ്ങനെ കോടതി പറയുന്നത് വെയിറ്റ് ചെയ്യാനല്ലേ നമുക്ക് കഴിയൂ. വേറെ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? അതെ, പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 14 ദിവസം റിമാൻഡിൽ ആക്കി, അല്ലെങ്കിൽ റിമാൻഡിലായി എന്ന് പറയുമ്പോൾ പൂർണ്ണമായും രാഹുൽ തെറ്റുകാരനല്ലാതെ ആകുന്നില്ല എന്ന് തെളിയിക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ ഒരു പെൺകുട്ടിയോ 2 പെൺകുട്ടിയോ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ആദ്യം ഒരു ആരോപണം വരുന്നു, പിന്നീട് മറ്റൊരു ആരോപണം വരുന്നു, അത് പരാതിയാകുന്നു, വീണ്ടും ഒരു പരാതി വരുന്നു, ഇപ്പോൾ പരാതിയായി മൂന്നാമതൊരു പെൺകുട്ടി കൂടി വരികയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇനിയും പെൺകുട്ടികളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ചാൻസ് ഉണ്ടാകാം, ഇല്ലാതാകാം. പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യ 2 പരാതി ഉണ്ടെന്ന് പറയുമ്പോഴും പരാതിയിൽ പീഡനം നിലനിൽക്കുമോ? ആദ്യ 2 പരാതി ഉണ്ടെന്ന് പറയുന്നു, ആ പരാതിയിൽ പീഡനം നിലനിൽക്കൂ. രണ്ടാമത്തെ പരാതിയിൽ സംശയമുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. ആദ്യത്തെ പരാതിയിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെന്നോ കുറ്റക്കാരനാണെന്നോ കോടതി പറയുന്നില്ല. കൂടുതൽ ലീനിങ് ടുവേർഡ്സ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നിലനിൽക്കില്ല. അപ്പോൾ ഇത് മൂന്നാമത്തെ പരാതിയാണോ? യഥാർത്ഥത്തിൽ ഇത് പീഡനം ശരിയാകുകയാണെങ്കിൽ ആദ്യത്തെ പരാതിയല്ലേ? ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കാം. അതും കോടതിയുടെ മെറിറ്റ് വെച്ചല്ലേ നമുക്ക് നോക്കാൻ പറ്റൂ. ഒരാൾക്കെതിരെ 10 പരാതി വരുന്നതിലല്ല, ഒരാൾക്കെതിരെ ഒരു കൺവിക്ഷനോ ഒരു ഒബ്സർവേഷനോ ഉണ്ടാകണം. ആദ്യം ഒബ്സർവേഷൻ, പിന്നീട് കൺവിക്ഷൻ. അതല്ലേ നമ്മൾ നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 1 അല്ല 5 അല്ല 10 പരാതി വന്നാലും അതിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ, കോടതിയുടെ കൺവിക്ഷൻ, കോടതി പറയുന്നത് വിശ്വസിക്കുകയല്ല നമുക്ക് എന്താ പിന്നെ ചെയ്യാൻ പറ്റുക? കാര്യം ഒരു ആരോപണം ഉന്നയിക്കാൻ എളുപ്പമല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ തവണ ഇത്തരത്തിൽ 2 പരാതി അടുപ്പിച്ച് വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആദ്യം ജാമ്യം ലഭിക്കുന്നു, വളരെ പെട്ടെന്ന് തന്നെ ഈസിയായി ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. രണ്ടാമത് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു, കുറച്ചാൾ ഒളിവിലേക്ക് പോകേണ്ടി വന്നു. വീണ്ടും മൂന്നാമത് ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ കൊടുക്കണം എന്നുള്ളൊരു, അല്ലെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒരു വ്യക്തി ഇനിയിപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ പോലും ആപത്താണ് എന്ന് പൊതുജനങ്ങൾ പോലും വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്കിതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഈ പൊതുജനങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതേ പ്രൊപ്പഗാൻഡ കൂടി വെച്ചല്ലേ. പൊതുജനങ്ങൾ, ഞാനും നിങ്ങളും അടക്കമുള്ള, ഒരുപക്ഷെ ഹർഷ അന്ന് കാണില്ല, പൊതുജനങ്ങൾ വിശ്വസിച്ചാണ് നമ്പിനാരായണനെ കല്ലെറിഞ്ഞത്. നമ്പിനാരായണൻ തെറ്റുകാരാണെന്ന് പറഞ്ഞും ഇന്ത്യയുടെ ചാരരഹസ്യം പാകിസ്ഥാന് ചോർത്തി എന്ന് പറഞ്ഞ് പൊതുജനമാണ് കല്ലെറിഞ്ഞത്. ഉമ്മൻചാണ്ടി സാറ് തെറ്റുകാരനാണെന്ന് വിചാരിച്ചാണ് നമ്മളെല്ലാം ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയത്. അതുപോലെ ആകണമെന്നില്ല ഈ കേസ്, അതുപോലെ ആയിക്കൂടാന്നുമില്ല ഈ കേസ്. അതുകൊണ്ട് നമുക്കറിയില്ല. നമുക്ക് കുറെ അവധാനതയോടുകൂടി വെയിറ്റ് ചെയ്യാമെന്നല്ലാതെ വേറെ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് ഒന്ന് നമുക്ക് ക്ഷമിക്കാം. 2-3 ദിവസത്തിനകം ഈ കേസിലെ ഒബ്സർവേഷൻസ്, പ്രാഥമിക നിരീക്ഷണങ്ങൾ, പ്രൈമാ ഫേസിയുള്ള കോടതിയുടെ ഒരു ഡ്രിഫ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ആവുമ്പോൾ അതിനുശേഷം ഒരു കൺക്ലൂഷൻ എടുക്കുക. ഇപ്പൊ ഉദാഹരണം, കോടതി പറയുകയാണ് ഈ കേസിൽ പഴയ കേസുകൾ പോലെയല്ല, ശക്തമായ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഈ കേസിൽ പീഡനാരോപണം നിലനിൽക്കും. കഴിഞ്ഞ 2 തവണയും രാഹുലിനെതിരെയുള്ള പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. ഈ കേസിൽ കോടതി മാറ്റി പറയുകയാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കേസിൽ സംശയം ഉണ്ടെന്ന് പറഞ്ഞു, ഈ കേസിൽ കോടതി പറയുകയാണ് പ്രഥമ ദൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളി പറയാം. അതല്ലേ അത് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ പോലീസ് ആരോപണം ഉന്നയിച്ചെന്നോ ഒരാൾ പരാതി കൊടുത്തു എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നലെയാണ് പരാതി വരുന്നത്. ഒരു സൂം മീറ്റിംഗിലൂടെയാണ് ആദ്യം ഈ കുട്ടിയുടെ പരാതി എടുക്കുന്നത്. ആ പരാതി എടുത്തിട്ടാണ് പറയുന്നത്. നമുക്കപ്പം ഒരു 48 മണിക്കൂറോ അല്ലെങ്കിൽ 3 ദിവസമോ വെയിറ്റ് ചെയ്താൽ പോരെ? അതുവരെ നമ്മളൊരു ക്ഷമ കാണിക്കണ്ടേ ഈ വിഷയത്തിൽ? അപ്പോ ഇനിയിപ്പോൾ കോടതി ഇത് തെളിയിക്കുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ ഇത് തെളിയുന്നത് വരെ രാഹുലിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം തന്നെയാണോ രാഹുൽ ഈശ്വർ ഇപ്പോഴും?
എല്ലാ കേസിലും നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനം, ഇന്ത്യൻ നിയമത്തിന്റെ അടിസ്ഥാനം, ലോക നിയമത്തിന്റെ അടിസ്ഥാനം പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്നൊരു കാര്യമാണ്. പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. അപ്പോൾ നിരപരാധിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അത് ആരാ തീരുമാനിക്കേണ്ടത്? കോടതിയാണ്. കോടതിയിൽ 2 ഭാഗത്തിന്റെയും വാദങ്ങൾ കേൾക്കും. പക്ഷേ ട്രയൽ കഴിഞ്ഞ് വരാൻ ഇപ്പം വർഷങ്ങളെടുക്കും. ഉദാഹരണം, ശ്രീ ദിലീപിന്റെ കേസ് 8 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 7 വർഷത്തിന് ശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി. നമ്മൾ ബഹുമാനിക്കുന്നു. വേണമെങ്കിൽ അതിനെ എതിർത്ത് മേൽക്കോടതികളിലേക്ക് പോവാം. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് 8 വർഷം കഴിഞ്ഞാണോ നമുക്ക് തീരുമാനിക്കാൻ കഴിയുക? അല്ല. കോടതി എന്തെങ്കിലുമൊക്കെ പ്രാഥമിക നിരീക്ഷണങ്ങൾ പറയും. ശ്രീ ദിലീപിന്റെ കേസിൽ അദ്ദേഹം 85 ദിവസം ജയിലിൽ കിടന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അറിയില്ല. ഇപ്പൊ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, ദേവനോട് അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തത്. ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ കോടതികളുടെ പ്രാഥമിക നിരീക്ഷണം വരട്ടെ. അങ്ങനെ പറയാനല്ലേ കഴിയൂ. ഇല്ലെങ്കിൽ തിരിച്ചാലോചിച്ച് നോക്കുക. ഒരു നിമിഷത്തേക്ക് ആലോചിച്ച് നോക്കുക. ഇതേപോലെ ആരോപണങ്ങളുടെ പേരിലല്ലേ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത്? അവർ 7 ദിവസം ജയിലിൽ കിടന്നു. വിശുദ്ധമായ കർത്താവിന്റെ മണവാട്ടിമാരാണ്. സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന മലയാളിയായ മാധ്യമപ്രവർത്തകൻ 1.5 വർഷം ജയിലിൽ കിടന്നു. എത്രയോ പേർ ഇപ്പം ഡൽഹിയിലും മറ്റും നമ്മുടെ ജാമ്യം കിട്ടാതെ വിചാരണ തടവുകാരായിട്ട് 5 വർഷമായിട്ട് കിടക്കും. ഇവരെല്ലാം കുറ്റക്കാരായിരിക്കാം, അല്ലായിരിക്കാം, നമുക്കറിയില്ല. അപ്പം കോടതി പറയുന്നത് വരെയെങ്കിലും നമ്മൾ ഇവരെ വിധിക്കരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. നമ്മൾ മുൻവിധിയോട് ഈ കേസിനെ നേരിടരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് തള്ളി പറയാം, എന്താ നഷ്ടം? പക്ഷേ തിരിച്ചാലോചിച്ച് നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് വന്നിട്ടും ഒരു മാധ്യമം പോലും വേണ്ട രീതിയിൽ പ്രാധാന്യത്തോടെ വാർത്ത പോലും കൊടുത്തില്ല. അതെ, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പറയുന്ന പരാതിക്ക് അതായത് പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും അല്ലെങ്കിൽ രാഹുലിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഉഭയസമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്നുള്ളത്. അതായത് ഇതേ റീസൺ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 2 തവണയും രാഹുലിന് ഇതേ കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഹുലിന് 2 തവണ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ഇതേ കാരണം തന്നെ ചൂണ്ടിക്കാട്ടി ഈ പെൺകുട്ടിയുമായും ഉഭയസമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഊരിപ്പോരാനുള്ള ഒരു ലൂപ്പ് ഹോളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് വളരെയധികം ക്രൂരമായ ആക്രമണമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും രാഹുൽ എതിർക്കാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും രാഹുൽ അതെല്ലാം കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം അംഗീകരിക്കുന്നതിന് തുല്യമാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയുമോ? രാഹുൽ 2ാമത്തെ പരാതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം 2ാമത്തെ പരാതി നിലനിൽക്കില്ലെന്നാണ് കോടതി പറഞ്ഞത്. അതിൽ ഉഭയകക്ഷി ഇപ്പോഴത്തെ കാര്യം 2ാമത്തെ പരാതിയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ആദ്യത്തെ പരാതിയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ആദ്യത്തെ പരാതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ പരാതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2ാമത്തെ പരാതിയിൽ അങ്ങനെയല്ല. അപ്പോൾ ഓരോ കേസും ഓരോന്നാണ്. എവരി കേസ് ഈസ് യുണീക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ വെളിച്ചത്തിൽ നമ്മൾ നാളെ കോടതി വരട്ടെ. ഇനി ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്നാണ് രാഹുൽ പറയുന്നെങ്കിൽ, അല്ല എന്ന് ആണെന്ന് രാഹുലും അല്ല എന്ന് ആ പെൺകുട്ടിക്കും പറയാൻ കഴിയും. ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചോ എന്ന് നമുക്കറിയില്ല. ഉപദ്രവിച്ചു എന്നാണ് ആ പെൺകുട്ടിയുടെ ക്ലെയിം, ആ പെൺകുട്ടിയുടെ വാദം അല്ലെങ്കിൽ പരാതി. ഇനിയും കോടതി അത് പ്രഥമ ദൃഷ്ടി അംഗീകരിക്കണം. ഒരു കാര്യം കൂടി ഓർക്കുക, കഴിഞ്ഞ 2 കേസിലും ബ്രൂട്ടലി റേപ്പ് ചെയ്തു എന്ന് തന്നെയായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 2 കേസിൽ നിന്നും വിഭിന്നമാണോ ഈ കേസെന്ന് എനിക്കറിയില്ല. 2 കേസും ചേർത്ത് വെക്കുന്ന രീതിയിലാണ് ഈ കേസ് തോന്നുന്നത്. അതിൻ്റെ കൂടെ സാമ്പത്തികമായ ചൂഷണം കൂടെ നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. അപ്പം പ്രഥമ ദൃഷ്ടിയായെങ്കിലും കോടതികൾ എന്ത് പറയുമെന്ന് നോക്കിയാണ് നോക്കേണ്ടത്. കാര്യം ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഞാൻ ആരെയും കുറ്റം പറയാനല്ല. ഇപ്പൊ ഈ വലതുപക്ഷ ഗവൺമെന്റുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റാണ് നമ്മുടെ നാട്ടിലുള്ളത്. വലതുപക്ഷ ഗവൺമെന്റുകൾ പലപ്പോഴും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പിന്നോക്കക്കാരെയും അറസ്റ്റ് ചെയ്യുന്നതിൽ ആ അറസ്റ്റ് എന്തോ വലിയ കാര്യമാണെന്ന് ചിത്രീകരിക്കാറുണ്ട്. അതേപോലെ കേരളത്തിൽ പലപ്പോഴും ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്നത് പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുകയും അതെന്തോ വലിയ കാര്യമെന്ന് ചിത്രീകരിക്കുകയും ചെയ്യാറുണ്ട്. കാര്യം 2 പേരും മുമ്പോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ നറേറ്റീവ് ഉണ്ട്. അതായത് വലതുപക്ഷം മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യാനികൾ മുഴുവൻ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരാണ്, മുസ്ലിങ്ങളിൽ പലരും തീവ്രവാദത്തിൽ ഏർപ്പെടുന്നവരാണ്, പിന്നോക്കത്തിലെ പലരും നക്സലിസത്തിലേക്ക് പോകുന്നവരാണ്. ഇതാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന നറേറ്റീവ്. അപ്പൊ ഈ വിഭാഗത്തിലെ ആൾക്കാരെ പോകുമ്പോൾ അവരൊരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നു. നേരെ മറിച്ച് ഇടതുപക്ഷ സർക്കാർ വിചാരിക്കുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ സ്ത്രീപക്ഷവാദികളുള്ളൂ, ബാക്കി എല്ലാവരും ഈ സ്ത്രീ വേട്ടക്കാരാണ്, സ്ത്രീ സുരക്ഷ പ്രധാനമാണ്, പുരോഗമനം, മുന്നേറ്റം തുടങ്ങിയ രാഷ്ട്രീയങ്ങളാണ്. രണ്ടും നമുക്ക് ബഹുമാനിക്കാം. ഞാനൊരു സെൻട്രിസ്റ്റ് ആണ്, രണ്ടും നമുക്ക് ബഹുമാനിക്കാം. പക്ഷേ ഇതിന്റെ പേരിൽ കള്ളക്കേസ് എടുക്കുകയോ അടിസ്ഥാനമില്ലാത്ത കേസ് എടുക്കുകയോ ചെയ്യുന്നത് ശരിയാണോ?
യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോളിഡ് ഗ്രൗണ്ട്സ് ഉണ്ടോ എന്ന് അറിയില്ല. ഈ 2 ദിവസങ്ങളിൽ കോടതിയുടെ ഒബ്സർവേഷൻ വരുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ കഴിയൂ. എൻ്റെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, പോലീസിനെ വെച്ച് അങ്ങനെ വേട്ടയാടരുത് ആരെയും. കാര്യം എല്ലാ പ്രാവശ്യവും CPM-ന്റെ ഗവൺമെന്റ് ആണോ വരുന്നത്? CPM വരും, കോൺഗ്രസ് വരും, BJP വരാം, ആപ്പ് വരാം, വ്യത്യസ്ത പാർട്ടികൾ വരാം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഉപയോഗത്തിന് വേണ്ടി പോലീസിനെ വെപ്പണൈസ് ചെയ്യരുത്. ഇത് മാത്രമാണ് അഭ്യർത്ഥന. അല്ല, ഞാൻ ഏറ്റവും ഒടുവിലെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ രാഹുലിനെതിരെ ഈ പരാതി വരുമ്പോൾ പെൺകുട്ടികൾ പരാതി നൽകിയിരിക്കുന്നത് ഈ ഒരു കാലഘട്ടം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ്, ഇതുമായി ഇങ്ങനെയുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പോലെയുള്ള തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളാണ് ഈ പറയുന്ന 3 പരാതികളിലും ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അത് 2024 കാലഘട്ടത്തിലുള്ളത്. അപ്പോ ഇനിയിപ്പോൾ ഉഭയസമ്മതത്തോടു കൂടിയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരേ സമയം അല്ലെങ്കിൽ ഒരേ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഒന്നിലധികം പെൺകുട്ടികളുമായി ഇദ്ദേഹം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഇതുപോലും പ്രണയ വാഗ്ദാനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത്, അത് ക്രൂരമായോ അല്ലാതെയോ ആയിക്കോട്ടെ, ഈ പറയുന്ന പെൺകുട്ടികൾ പ്രണയത്തോടുകൂടി അല്ലെങ്കിൽ പ്രണയത്തോടുകൂടി സമീപിക്കുമ്പോൾ രാഹുലിനോടുള്ള പ്രണയം കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ റൂം എടുക്കാൻ രാഹുൽ നിർബന്ധിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന സാഹചര്യം വരും. പക്ഷെ അതിനുശേഷം രാഹുൽ എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പ്രഗ്നന്റ് ആണ് എന്നറിയുമ്പോൾ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു പോവുക, അതിനുശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക, ഇതെല്ലാം ഒരേ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പെൺകുട്ടികളോട് എല്ലാവരോടും ചെയ്തിരിക്കുന്നത്. അതെത്ര നമുക്ക് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ന്യായീകരിക്കാൻ സാധിക്കില്ലല്ലോ. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, രണ്ടാമത്തെ പെൺകുട്ടിയുടെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് അറിയില്ല. ലഭ്യമായ വിവരങ്ങൾ വെച്ച് അങ്ങനെയല്ല. 3ാമത്തെ കാര്യത്തിലെ ഡീറ്റെയിൽസ് വരുന്നതേ ഉള്ളൂ. ആദ്യത്തെ കാര്യത്തിലെ കാര്യം കൂടെ നോക്കണം. ഇനിയും 2 മാധ്യമപ്രവർത്തകയായതും നമ്മുടെ പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളോട് നിങ്ങളെക്കാട്ടി മുതിർന്നവർ പറഞ്ഞു തരാത്തൊരു പോയിന്റാണ്. ഈ സ്ത്രീ പുരുഷ ലൈംഗികതകൾക്കൊരു വ്യത്യാസമുണ്ട്. പലപ്പോഴും പെൺകുട്ടികൾക്ക് അത് മനസ്സിലാകാറില്ല. അതായത് പുരുഷന്റെ ലൈംഗികത കുറച്ചുകൂടെ വൈഡും വൈൽഡുമാണ്. സ്ത്രീയുടെ ലൈംഗികത കുറെ കൂടെ പേഴ്സണലൈസ്ഡും നാരോയും അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡും ഫോക്കസ്ഡുമാണ്. ഇവിടെയാണ് ഈ സ്ത്രീ പുരുഷ ലൈംഗികതകൾക്കടക്കം ഒരുപാട് വ്യത്യാസമുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവിന്റെ ബേസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ എത്ര കുട്ടികളോട് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ലഭ്യം ഒന്നാണ് ആദ്യത്തെ കാര്യം, അത് വളരെ കറക്റ്റുമാണ്. ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽസ് വന്നാലേ പോകാൻ കഴിയൂ. എൻ്റെ ഏക റിക്വസ്റ്റ്, കോടതിയുടെ നിരീക്ഷണം വരട്ടെ. കോടതിയുടെ നിരീക്ഷണം വരികയും കോടതിയുടെ നിരീക്ഷണം രാഹുലിന് വിരുദ്ധമാവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന്, നിങ്ങൾ തന്നെ എന്നെ വീണ്ടും വിളിക്കൂ, ഒരുമിച്ച് നിന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് രാഹുലിനെ തള്ളിപ്പറയാം, വിമർശിക്കാം. പക്ഷേ അതുവരെ എടുത്തു ചാടണോ? അതുവരെ ക്ഷമ കാണിച്ചുകൂടെ എന്നുള്ളത് സ്വാഭാവികമായ ഒരു ചോദ്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വരുന്ന സമയങ്ങളിൽ ബാക്കി രാഹുൽ ഈ പറയുന്ന 3ാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിരിക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.